മലയാള ജനത ന്യൂസ്, വാർത്തയുടെ സത്യവും ധർമ്മവും. മലയാള ജനത ന്യൂസിലേക്ക് അവർക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അബ്ദുറഹ്മാൻ. അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനാഘോഷത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം ജില്ലാ ഒളിമ്പിക് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങൾക്ക് നിയമസഭാ സ്പീക്കർ AM ഷംസീർ ഉദ്ഘാടനം ചെയ്തു. ആഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം ജില്ലാ ഒളിമ്പിക് അസോസിയേഷനും കരാട്ടെ അസോസിയേഷൻ തിരുവനന്തപുരവും സംയുക്തമായി സംഘടിപ്പിച്ച ഓപ്പൺ കരാട്ടെ ചാമ്പ്യൻഷിപ്പിന്റെ ഉദ്ഘാടനം മന്ത്രി വി ശിവൻകുട്ടി നിർവഹിക്കുകയുണ്ടായി. ഇതിന്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് ഏവരും ഒന്നുകൂടി സ്വാഗതം ചെയ്യുകയാണ്. അന്താരാഷ്ട്ര ഒളിമ്പിക് ദിന ആഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം ജില്ലാ ഒളിമ്പിക് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന ഒരാഴ്ച നീളുന്ന ആഘോഷങ്ങൾ നിയമസഭാ സ്പീക്കർ AM ഷംസീർ ഉദ്ഘാടനം ചെയ്തു. ആഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം ജില്ലാ ഒളിമ്പിക് അസോസിയേഷനും സ്പോർട്സ് കരാട്ടെ അസോസിയേഷൻ തിരുവനന്തപുരവും സംയുക്തമായി സംഘടിപ്പിച്ച തിരുവനന്തപുരം ഓപ്പൺ 24 കരാട്ടെ ടൂർണമെന്റിന്റെ ഉദ്ഘാടനം മന്ത്രി വി ശിവൻകുട്ടിയും നിർവഹിച്ചു. മികച്ച സംഘാടകനുള്ള പുരസ്കാരം കരാട്ടെ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി ബി സമ്പത്തിന് നൽകി ആദരിക്കുകയുണ്ടായി. വിവിധ അസോസിയേഷനിൽ നിന്നുമായി 1200ഓളം വിദ്യാർത്ഥികളാണ് ഇതിൽ പങ്കെടുത്തത്. ചാമ്പ്യൻഷിപ്പിൽ ആറ്റിങ്ങൽ കരാട്ടെ ടീം 685 പോയിന്റോടുകൂടി ഒന്നാം സ്ഥാനവും, ഷോട്ടോക്കോൺ അലയൻസ് 636 പോയിന്റോടുകൂടി രണ്ടാം സ്ഥാനവും, JKNSK പോത്തൻകോട് 284 പോയിന്റോടുകൂടി മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി. മറ്റുള്ള ടീമുകൾ അവരുടേതായ കഴിവുകൾ മാറ്റുരച്ച ഒരു ചാമ്പ്യൻഷിപ്പായിരുന്നു ഇത്. കേരള ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് ബി സുനിൽകുമാർ, ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് SS സുധീർ, ജില്ലാ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് KS ബാലഗോപാൽ, സെക്രട്ടറി ബിജു വർമ്മ, സ്പോർട്സ് കരാട്ടെ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി ബി സമ്പത്ത്, കരാട്ടെ അസോസിയേഷൻ സംസ്ഥാന ജില്ലാ ഭാരവാഹികൾ തുടങ്ങിയവരും ഇതിൽ പങ്കെടുത്തു. ചടങ്ങിൽ അന്താരാഷ്ട്ര മത്സരങ്ങളിൽ വിജയികളായ കായിക താരങ്ങളെ അനുമോദിക്കുകയും ചെയ്തു. തിരുവനന്തപുരം ജിമ്മി ജോർജ് സ്റ്റേഡിയത്തിലാണ് കരാട്ടെ ചാമ്പ്യൻഷിപ്പ് അരങ്ങേറിയത്. മികച്ച പ്രകടനമാണ് കുട്ടികൾ കാഴ്ചവെച്ചത്. ജിമ്മി ജോർജ് സ്റ്റേഡിയത്തിൽ നടന്ന ഈ ഒരു ചാമ്പ്യൻഷിപ്പ് വളരെ സ്വീകാര്യതയാണ് ലഭിച്ചിട്ടുള്ളത്. അക്കാഡമിക് ലെവലിൽ കുട്ടികൾക്ക് ഉന്നത വിദ്യാഭ്യാസം നൽകുന്നതോടൊപ്പം സ്പോർട്സിൽ അഥവാ കരാട്ടെ സ്കൂൾ ഗെയിംസിൽ തന്നെ കരാട്ടെ ഉൾപ്പെടുത്തിയത് കാരണത്താൽ വിവിധ മാറ്റങ്ങളാണ് ഗെയിംസിൽ അഥവാ സ്കൂൾ ഗെയിംസിൽ ഉൾപ്പെടുത്തിയിരുന്നത്. കുട്ടികൾക്ക് വളരെ ആവേശമാണ് സ്കൂൾ ഗെയിംസിൽ കരാട്ടെ ഉൾപ്പെടുത്തി കാണാം. അതോടൊപ്പം തന്നെ കരാട്ടെ പ്രേമികൾക്കും കരാട്ടെ പ്രാക്ടീസ് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കും. എന്നാൽ മലയാള ജനതാ ന്യൂസിന്റെ പ്രത്യേക അഭിനന്ദനം വിജയികൾക്കും അതോടൊപ്പം തന്നെ സ്പോർട്സ് കരാട്ടെ അസോസിയേഷൻ തിരുവനന്തപുരത്തിനും പ്രത്യേകം അറിയിക്കുകയാണ്. പുതിയ ന്യൂസുമായി കാണുന്നത് തൽക്കാലം വിട. ബൈ. മലയാള ജനതാ ന്യൂസ്, വാർത്തയുടെ സത്യവും ധർമ്മവും.